പറയുന്നയാൾ, നേരു പറയുന്നതിൽ മുഖം നോട്ടമില്ലാത്ത, ഇല്ലാത്ത ലോഹ്യം ഉണ്ടെന്ന് ഭാവിക്കാത്തയാൾ, ചിരിക്കുന്നതിൽ പിശുക്ക് കാണിച്ച എഴുത്തുകാരൻ. MDയുടെ സ്വഭാവ വിശേഷണങ്ങൾ ഇതെല്ലാം ചേർന്നതായിരുന്നു. പ്രത്യയശാസ്ത്രത്തിന്റെ കാര്യത്തിൽ EMS ചെയ്ത പോലെ എഴുത്തിൽ MDയും ആർക്കു മുന്നിലും ഓച്ചാനിച്ചില്ല. ഒരു പദവിയും അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചില്ല. ഒരു ചെറുഭാഷണം, നിലയ്ക്കാത്ത എഴുത്ത്, അതിലുണ്ടായി സാഹിത്യത്തിന്റെ ഗിരിശൃംഖങ്ങൾ കീഴടക്കിയ ആ മനസ്സ്. രാഷ്ട്രീയം അധികം പറയാത്ത MD രാഷ്ട്രീയം പറഞ്ഞപ്പോൾ കേരളക്കര കാതുകൂർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ. ഓരോ കാലഘട്ടത്തിലും കേരള മനസ്സാക്ഷിയെ വേദനിപ്പിച്ച പ്രശ്നങ്ങളിൽ മാത്രം MD അഭിപ്രായം പറഞ്ഞു. അപ്രസക്തമെന്ന് സ്വയം തോന്നിയവയോട് നിരാസം പ്രഖ്യാപിച്ചു. എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന രാഷ്ട്രീയ വിമർശനമേ MD നടത്താറുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വിമർശനം നടത്തിയിട്ട് അധിക കാലമായില്ല. അധികാരമെന്നത് ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന MD ആ പ്രസംഗത്തിൽ വികാരപ്പെട്ടു. ജനസേവനത്തിന് കിട്ടുന്ന അവസരമെന്ന സിദ്ധാന്തത്തെ പല നേതാക്കളും കുഴിവെട്ടി മൂടിയെന്നും തുറന്നടിച്ചു. നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ആവശ്യകതയായി മാറിയെന്നും വിമർശിച്ചു. കമ്മ്യൂണിസത്തോട് എല്ലാ കാലത്തും ആദരവും ഏകാധിപത്യത്തോടും സർവാധിപത്യത്തോടും ഉറച്ച എതിർപ്പും പ്രകടിപ്പിച്ചു MD. 1968 നക്സലാക്രമണമുണ്ടാവുകയും അജിത അടക്കമുള്ളവർ പോലീസിന്റെ പീഡനത്തിന് ഇരയാവുകയും ചെയ്തപ്പോൾ MD പ്രതികരിച്ചു. AK ആന്റണിയുടെ ഭരണകാലത്ത് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ് MDയെ ശോഭിപ്പിച്ചു. അതിനു മുമ്പും ശേഷവും കോളിളക്കം സൃഷ്ടിച്ച പല സംഭവങ്ങളും ഉണ്ടായെങ്കിലും MD ശബ്ദിച്ചില്ല. പിന്നീട് MD തുറന്നടിച്ചത് മോദി സർക്കാർ നോട്ട് നിരോധിച്ചപ്പോഴാണ്. തുഗ്ലക് ഭരണപരിഷ്കാരം എന്നായിരുന്നു പരിഹാസം. സാമ്പത്തിക ശാസ്ത്രമല്ല, സാധാരണക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടായിരുന്നു MDയുടെ അന്നത്തെ ആശങ്കയ്ക്ക് അടിസ്ഥാനം. BJP പ്രൊഫൈലുകളിൽ നിന്ന് MDക്കെതിരെ വൻ വിമർശനങ്ങളുണ്ടായി. ആ വൻമരം കുലുങ്ങിയില്ല. MD വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ അഹങ്കാരിയായി തന്നെയാണ് എഴുത്തിലൂടെ മുന്നോട്ടു പോയത്. പക്ഷേ തന്റെ കഥകളിലെ രാഷ്ട്രീയ കാലത്തെ MD വിട്ടുകളഞ്ഞുവെന്നതാണ് വിമർശനം. പകരം ആ കാലത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ചില തുറസ്സുകൾ ആ വരികളിൽ നിറഞ്ഞു കിടപ്പുമുണ്ട്. MDയോട് കാലവും കേരളവും കടപ്പെട്ടിരിക്കുന്നു. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.